Hi everyone, this is Rinsi from Groww Malayalam channel. ഒരു കാര്യം നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എത്ര ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് SIP ഉള്ളത്? അതുപോലെ തന്നെ ഫാമിലി ഓരോരുത്തരും എത്ര ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നുണ്ട്? അപ്പോൾ ആരും ഇതൊക്കെ ഓർത്തിരിക്കാനല്ലേ? പേജൻ്റ് കോൾ വരുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ ഓർക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അതായത് നമ്മുടെ രാജ്യത്തിലെ എല്ലാ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ഡേറ്റ ആരാണ് സൂക്ഷിക്കുന്നതെന്ന്? ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 40 ലക്ഷം രൂപ ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ മാർക്കറ്റ് ലീഡർ ആയിട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏതൊരു കമ്പനിയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, നിങ്ങൾ വിചാരിച്ച സെയിം കമ്പനി തന്നെയാണ്. ഇന്ന് നമ്മൾ ക്യാംസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസ് ലിമിറ്റഡ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഇന്ന് 69% മാർക്കറ്റ് ഷെയർ കവർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്യാംസ്. അതേസമയത്ത് അവർ വേറെ ഡൊമൈൻസിലേക്കും എൻട്രി എടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ അവർ കവർ ചെയ്യുന്ന ഈ ഒരു സെയിം മാർക്കറ്റ് ഷെയർ അവർക്ക് ബാക്കിയുള്ള ഡൊമൈൻസിലേക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അതുപോലെ തന്നെ കമ്പനിയുടെ ഫേവറിലാണോ കാര്യങ്ങളൊക്കെ പോകുന്നത്? അതുപോലെ തന്നെ മോണോപ്പൊളിസ്റ്റിക് പൊസിഷൻ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ആഴ്ചയും ഇതുപോലൊരു മോണോപ്പൊളി കമ്പനീനെ പറ്റി നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ മുമ്പ് കവർ ചെയ്ത മോണോപ്പൊളിസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മോണോപ്പൊളിസ് പ്ലേ ലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ബട്ട് അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ലെറ്റ്സ് ബിഗിൻ. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളുകളുടെ ഇടയ്ക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് ഒക്കെ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് AUM ഗ്രോത്ത് നോക്കിയാൽ തന്നെ നമുക്കിതൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വർഷം കൊണ്ട് തന്നെ നല്ലൊരു വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ ടോട്ടൽ അസറ്റ് അവരുടെ ഓൾ ടൈം ഹൈയുടെ അടുത്താണുള്ളത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് SIP ഇൻഫ്ലോസ് വരുന്നതും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയൊക്കെ അവയർനെസ്സും അതുപോലെ തന്നെ SIP ഇൻഫ്ലോസ് ഒക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടും നമ്മൾ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഇപ്പോഴും വളരെ താഴെയാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്റ്റിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ്. ഇപ്പോൾ ജെഫ്രീസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 2030 ആകുമ്പോഴേക്കും 90 ട്രില്യൺ റുപ്പീസ് എത്തും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ AMFI പ്രകാരം, അതായത് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ പ്രകാരം വരും വർഷങ്ങളിൽ ഇൻഡസ്ട്രി നല്ലൊരു ഗ്രോത്ത് കാണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിലെ കസ്റ്റമേഴ്സ് 10 കോടി വരെ റീച്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഇൻഡസ്ട്രി ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വളരാൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റീസൺ വരുന്നത് ഇന്റർനെറ്റ് യൂസ് കൂടുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് നല്ലപോലെ കൂടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഇന്റർനെറ്റ് ഡാറ്റയൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതേ സമയത്ത് ഡിജിറ്റൽ ഇന്ത്യ ഇന്റർനെറ്റ് റീച്ച് മാത്രമല്ല കൂട്ടിയേക്കുന്നത്, ബട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസിലേക്കും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അടുത്ത റീസൺ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് ആൻഡ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പം SEBI, AMFI അതുപോലെ തന്നെ ബാക്കിയുള്ള ലീഡിംഗ് പ്ലാറ്റ്ഫോംസ് അതുപോലെ സർവീസ് പ്രൊവൈഡേഴ്സ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ മാർക്കറ്റ് റിലേറ്റഡ് ഏരിയാസിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അത് അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മുകളിൽ ഒരു കോൺഫിഡൻസ് ആണ് നൽകുന്നത്. സോ ഇങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഇക്കോണമി വളരുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മളും കോണ്ടന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ബ്ലോഗിലൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഇൻവെസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത റീസൺ പിന്നെ റിട്ടയർമെന്റ് പ്ലാനിങ് ആണ്. ഇപ്പം യൂത്തിന്റെ ഇടയ്ക്ക് ഒരു പോപ്പുലർ ആയിട്ടുള്ള ട്രെൻഡാണ് ഫയർ മൂവ്മെന്റ്, അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ടു റിട്ടയർ ഏർലി. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ഇന്ന് ഫിനാൻഷ്യൽ പ്ലാനിങ് അതുപോലെ തന്നെ റിട്ടയർമെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ശമ്പളമൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയും കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ടാക്സ് ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളൊക്കെ നോക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പം ELSS ഒക്കെ. അപ്പോൾ ഈ ഒരു എൻറ്റയർ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ റെക്കോർഡ് കീപ്പിംഗ് ഇപ്പോൾ ഒരു ഡ്യൂഓപ്പൊളി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ക്യാംസ് അതുപോലെ KFin ടെക്നോളജീസ്. അപ്പോൾ മുമ്പ് KFin ടെക്നോളജീസ് അറിയപ്പെടുന്ന കാർവി ഫിൻടെക് എന്നായിരുന്നു. പക്ഷേ ലാസ്റ്റ് റെക്കോർഡ് കീപ്പിംഗ് എന്താണ്? അപ്പോൾ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സർവീസ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആക്സസബിൾ ആവാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇന്റർമീഡിയറീസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് RTA, അതായത് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്. അതായത് ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക്, റോൾ നമ്പർ, സ്റ്റാൻഡേർഡ്, സബ്ജക്റ്റ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ RTS ഇൻവെസ്റ്റേഴ്സിന് ഓരോ ട്രാൻസാക്ഷൻസും ലൈക്ക് മ്യൂച്വൽ ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലിസ്റ്റഡ് എൻറ്റിറ്റിയിലേക്കുള്ളതൊക്കെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇതുകൂടാതെ RTA, IPO അല്ലെങ്കിൽ FPO ഇഷ്യൂസിന്റെ രജിസ്ട്രാർ ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ഇവിടെ അവർ IPO അല്ലെങ്കിൽ FPO ആപ്ലിക്കേഷൻസിന്റെ അലോട്ടിംഗ്, പ്രോസസ്സിംഗ്, ഡിസ്പാച്ചിങ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ RTA ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റേഴ്സിന് KYC വെരിഫിക്കേഷൻ,
അപ്പോൾ ഇതുകൂടാതെ വേറെയും സർവീസുകളുണ്ട്. ലൈക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓൺഗോയിങ് SIP, SWP അല്ലെങ്കിൽ STP ക്യാൻസൽ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള റിക്വസ്റ്റ്, അതുപോലെ തന്നെ ബാങ്ക് മാൻഡേറ്റ് ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ റെക്കോർഡ് അപ്ഡേഷൻ, പിന്നെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളുടെ റിഡംഷൻ ഒക്കെ. മ്യൂച്വൽ ഫണ്ടുകൾ അല്ലാതെ വേറെ ടൈപ്പ് ഫണ്ടുകളും ഉണ്ട്. പക്ഷേ വലിയ ക്യാപിറ്റലുള്ള ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിന്റെ പേരാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, AIF. അപ്പം ഈ ഒരു ഫണ്ടിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പത്രത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ TV-യിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് PE ഫണ്ട്സ്, VC ഫണ്ട്, ഹെഡ്ജ് ഫണ്ട്സ് ഒക്കെ. സോ RTA ഒക്കെ ഈ ഒരു ഫണ്ടിലേക്ക് വേണ്ടി ഫണ്ട് അക്കൗണ്ടിങ് അതുപോലെ KYC സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AIF-നെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ റീസെന്റ് പാസിൽ നല്ലൊരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചുള്ളത്. സോ ഈ ഒരു ഇൻഡസ്ട്രിയാണ് ക്യാംസ് എന്നൊരു പ്രോമിനന്റ് പ്ലേസിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, അതായത് കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന്. ക്യാംസ് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ ലാർജസ്റ്റ് RTA ആണ്. അപ്പോൾ 15 ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ 10 എണ്ണത്തിൽ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ AUM-ന്റെ ടേംസിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ 69% മാർക്കറ്റ് ഷെയർ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് സ്ട്രോങ് ഫിസിക്കൽ നെറ്റ്വർക്ക് ആണ് ഉള്ളത്. ഇപ്പോൾ 25 സ്റ്റേറ്റ്സ് അതുപോലെ 5 യൂണിയൻ ടെറിട്ടറീസിലായിട്ട് 280 സർവീസ് സെന്റേഴ്സ് ആണ് ഉള്ളത്. മ്യൂച്വൽ ഫണ്ട് ബിസിനസിനെ പറ്റി സംസാരിക്കുമ്പോൾ ക്യാംസ് അക്കൗണ്ട് ക്രിയേഷൻ തൊട്ട് യൂണിറ്റ് പ്രോസസ്സിംഗ് അതുപോലെ റിഡംഷൻ അങ്ങനെ ഒരു മൊത്തം ലൈഫ് സൈക്കിൾ തന്നെ അവർ കവർ ചെയ്യുന്നുണ്ട്. ഇനി ട്രാൻസാക്ഷനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് എടുക്കുകയാണ്, ഒരു ബൈ ഓർ സെൽ റിക്വസ്റ്റ്. ഒന്നെങ്കിൽ അത് ഡിജിറ്റൽ ആവാം അല്ലെങ്കിൽ അത് പേപ്പർ ബേസ്ഡ് ആവാം. അപ്പോൾ ക്യാംസ് അത് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് ഇനീഷ്യൽ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കമ്പനി ഇൻവെസ്റ്റേഴ്സിന് KYC വെരിഫൈ ചെയ്യും. ഇപ്പോൾ ഈ എല്ലാ സർവീസുകളും അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനികൾക്ക് വേണ്ടി ക്യാംസ് റെക്കോർഡ് കീപ്പിംഗ് അതുപോലെ തന്നെ മാനേജ്മെന്റ് പിന്നെ KYC നോംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം, അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണം, സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണം, ഫീസ് കാൽക്കുലേറ്റ് ചെയ്യണം, സ്കീം ഡോക്യുമെന്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ AMCക്ക് മാത്രമാണ്. പക്ഷേ ക്യാംസ് സർവീസ് ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ പീരിയോഡിക് സ്റ്റേറ്റ്മെന്റ്, ക്വയറീസ് അസിസ്റ്റ് ചെയ്യുന്ന, ഓൺലൈൻ കസ്റ്റമർ സർവീസ് റിക്വസ്റ്റ് ഒക്കെ. ഇപ്പം കുറച്ച് AMCകൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റർ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ബാക്കി ആർക്കാണുള്ളത്? മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ക്യാംസ് അവർക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാംസ് വേറെയും പല സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പല മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൺബോർഡ് ആവുന്ന റെക്കോർഡ് ചെയ്യുന്നത്, ബ്രോക്കറേജ് അല്ലെങ്കിൽ കമ്മീഷൻ സ്ട്രക്ചർ റെക്കോർഡ് ചെയ്യുന്നത്, പല കമ്മീഷൻ്റെയും കാൽക്കുലേഷൻസ് ഒക്കെ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് ഇൻഡസ്ട്രിയുടെ എല്ലാ ഭാഗത്തും ക്യാംസ് എങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ ക്യാംസ് എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നത്? ക്യാംസ് 2 തരത്തിലാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഒന്ന് അസറ്റ് ബേസ്ഡ്, മറ്റത് നോൺ അസറ്റ് ബേസ്ഡ്. അപ്പോൾ നോൺ അസറ്റ് ബേസിൽ ക്ലയന്റ് പേപ്പർ വർക്കിന്റെ ബേസിലാണ് ക്യാംസ് ചാർജ് ചെയ്യുന്നത്. അടുത്ത അസറ്റ് ബേസ്ഡ് റവന്യൂ ആണ്. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് കമ്പനി ചാർജ് ചെയ്യുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ക്യാംസിന്റെ റവന്യൂ വരുന്നത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ റവന്യൂവിൻ്റെ 75% വരുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ നിന്നാണ്. സോ ഈ ഒരു കോൺസെൻട്രേഷൻ കൂടുതൽ ആയതുകൊണ്ട് തന്നെ അവരുടെ സർവീസിലൊക്കെ അവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഡൈവേഴ്സിഫിക്കേഷനിൽ വരുന്ന ബിസിനസ്സിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നതാണ് ക്യാംസ് ഫിൻസർവ്. അപ്പോൾ ഇവിടെ കമ്പനി ത്രൂ ഒരു അഗ്രിഗേറ്റഡ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട് അഗ്രിഗേറ്റർ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ സമ്മതത്തോടെ അവരുടെ എല്ലാ ഫൈനാൻഷ്യൽ ഡാറ്റാസും കളക്ട് ചെയ്യും. ലൈക്ക് ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ്, ലോൺ ഡീറ്റെയിൽസ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ. എന്നിട്ട് ബാങ്ക് അല്ലെങ്കിൽ NBFCs പ്രൊവൈഡ് ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സിലൂടെ ക്യാംസ് ബാങ്ക് അല്ലെങ്കിൽ NBFC ത്രൂ അവിടെ എൻ കൺസ്യൂമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യും. സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്ററായ SEBI അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററായ PFRDA ഒരു സർക്കുലർ വഴി മ്യൂച്വൽ ഫണ്ട് ഡിപ്പോസിറ്ററീസ് അതുപോലെ തന്നെ പെൻഷൻ ഫണ്ടിനോട് ക്യാംസ് ഫിൻസർവിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി നാഷണൽ പെൻഷൻ ഫണ്ട് സ്കീം NPS-ലേക്കും എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് ക്ലൗഡ് ബേസ്ഡ് CRA അതായത് സെൻട്രൽ റെക്കോർഡ് കീപ്പിംഗ് ഏജൻസി പ്ലാറ്റ്ഫോം ക്യാംസ് മാർച്ച് 2022 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം ഒരു ചെറിയൊരു കാലയളവിൽ തന്നെ കമ്പനി ഈ NPS സെഗ്മെന്റിൽ അറൌണ്ട് 9.5% മാർക്കറ്റ് ഷെയർ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടായിരുന്നു, അതായത് RTA എങ്ങനെയാണ് ബാക്കിയുള്ള ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതുപോലെ ബാക്കിയുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വെൽസർവ് എന്നൊരു പ്ലാറ്റ്ഫോമാണ് ക്യാംസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കമ്പനിയുടെ ഒരു സെഗ്മെന്റിലും ഒരു ഹെൽത്തി ഗ്രോത്ത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചുള്ളത്. അതായത് Q2 ഫൈനാൻഷ്യൽ 23 അറൌണ്ട് 32% ഇയർ ഗ്രോത്ത്. ഇതുകൂടാതെ തന്നെ കമ്പനി റീസെന്റ് ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ക്യാംസ് പേ. അപ്പോൾ ഇത് മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് അതുപോലത്തെ NBFC ട്രാൻസാക്ഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാംസ് പേ ത്രൂ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ UPI പേയ്മെന്റ് അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് സർവീസുകളുടെ സഹായത്തോടെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി അവരുടെ സർവീസുകളൊക്കെ ഇൻഷുറൻസ് സെക്ടറിലേക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്ലാറ്റ്ഫോമായ ക്യാംസ് റെപ്പിലൂടെ അപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്ക് പോളിസി ഹോൾഡേഴ്സിൻ്റെ പോളിസി, അവരുടെ പ്രീമിയം, മെച്യൂരിറ്റി ഡേറ്റ് ഒക്കെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ കമ്പനിക്ക് 36% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ ഇത് മീൻ ചെയ്യുന്ന എന്താണ്? കമ്പനി പതുക്കെ അവരുടെ സർവീസുകളൊക്കെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ലീഡിംഗ് പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും തുടങ്ങിയിട്ടുണ്ട്.
സോ ഇങ്ങനൊരു ഡൈവേഴ്സിഫിക്കേഷൻ അവർ എടുക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിലുള്ള അവരുടെ റവന്യൂ ഷെയർ കുറയുമോ? ഇനി നിങ്ങൾക്കറിയാവോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വേറെ അധികം പ്ലേയേഴ്സ് വരാത്തതിൻ്റെ റീസൺ എന്താണ്? അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RTA ബിസിനസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലെങ്കിലും നിങ്ങൾ പല ബ്രാഞ്ചിലും ടെക്നോളജി റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ സെബിയുടെ റെഗുലേഷൻ പ്രകാരം ഒരു RTA കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ ഏറ്റവും ഉയർന്ന ട്രാൻസാക്ഷന് 2 മടങ്ങ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം വരുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഒക്കെ വേറൊരു പ്ലെയറിലേക്ക് മാറുന്ന കേസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ്സിലെ കസ്റ്റമർ സ്റ്റിക്കിനെസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്ന് വരെയുള്ള എല്ലാ ഇടപാടുകളും ക്ലയൻറ്റ് ഡേറ്റ അതുപോലെ തന്നെ ഒരു കമ്പനിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് മാത്രമല്ല എക്സ്പെൻസീവും കൂടി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് കമ്പനികൾക്ക് ഒരു തരത്തിലുള്ള ഡാറ്റയും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലയൻറ്റുകൾ നിലവിലുള്ള വെൻഡേഴ്സായിട്ട് സ്റ്റിക്ക് ചെയ്ത് തന്നെ നിൽക്കും. ഇവരുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, സ്ട്രോങ് ഡൊമൈൻ എക്സ്പെർട്ടൈസ് അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ അവരുടെ മാർക്കറ്റ് ലീഡർഷിപ്പ് കാരണം കമ്പനി കൺസിസ്റ്റൻ്റ്ലി ഒരു ആവറേജ് 30% പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഇൻഡസ്ട്രീനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഒക്ടോബർ 2020 തൊട്ട് കമ്പനി അറൌണ്ട് 57% റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് കൺസോൾട്ടേഷൻ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് 1 ഇയർ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 19% CAGR ആണ് വളർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയേക്കുന്നത്. അപ്പം ഇതിനുള്ള റീസൺ എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ടേ? അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഓൾമോസ്റ്റ് എൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ക്യാമ്പ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതൊരു തരത്തിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. അതായത് ക്യാമ്പ്സ് അവരുടെ റവന്യൂവിന് വേണ്ടി മെജോറിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? മ്യൂച്വൽ ഫണ്ടിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഗ്രോത്ത് ഒന്നുമില്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ക്യാമ്പ്സിലും വരും. സോ അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എയും ജൂലൈ 2022 11 മന്ത് ലോയിലേക്ക് പോയി. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് വോളറ്റിലിറ്റി ഉണ്ടായപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന് അവരുടെ എയുമിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ തന്നെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചില്ല. ഇതുകൂടാതെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ സ്റ്റേക്ക് കണ്ടിന്യൂസ്ലി വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടർ സ്റ്റേക്ക് 2020 30.98% നിന്ന് ഡിസംബർ 2022 19.92% കുറഞ്ഞു. അപ്പോൾ ഇവിടെ പബ്ലിക് അതുപോലെ FIs അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ്സ് കൂടി. അപ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് നെയിം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരാണ് ഗ്രേറ്റ് ടെറാൻ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ് ടെറാൻ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ വാർബക് പിൻകസ് LLCയുടെ ഇൻവെസ്റ്റ്മെന്റ് ആമാണ്. അപ്പോൾ മീനിങ് എന്താണ്? കമ്പനി ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ത്രൂ ആണ് റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേം ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടിയാണ്. അതായത് ഒരു ഫേം ഒക്കെ ബേസിക്കലി കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് കമ്പനികൾക്ക് അവർ ക്ലോസ് ആയിട്ട് അവർ മോണിറ്റർ ചെയ്യും. അപ്പോൾ ചില കേസിലൊക്കെ കമ്പനികളുടെ ഓപ്പറേഷനിലും അവർ ഇൻവോൾവ് ആയിരിക്കും. അതിനുശേഷം അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റ് ലെവൽ എത്തുമ്പോൾ അവരത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നത് എപ്പോഴും ഒരു റെഡ് സിഗ്നൽ ആയിരിക്കും. അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഇൻഫ്ലോ കൂടുമ്പോൾ അതുപോലെ തന്നെ ക്യാമ്പ്സിൻ്റെ നോൺ മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൻ്റെ ഗ്രോത്ത് കൂടുമ്പോൾ വരും വർഷങ്ങളിൽ കമ്പനിക്ക് നല്ല പെർഫോമൻസ് തരാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ്. അപ്പം ഇനി ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പ്സിന് അവരുടെ മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വീണ്ടും ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് വരും ക്വാർട്ടറിൽ നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. സോ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.